നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണ പന്തലില് മൈക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ വന്നീ വിവാഹം കൂടാൻ വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും, നിന്റെ രാജുന്റെയും വിവാഹം ഒരു നുണക്കഥയായിരുന്നു എന്ന്. വാ. നിന്നെ രുക്മിണി കണ്ടുവരാതെ ഇല്ല. പക്ഷേ ഞാൻ ആ ചെക്കനെ കണ്ടു. അവന്റെ മുഖേ കടന്നല് കുത്തിയ പോലെ ദാ ഇത്രയുണ്ട്. ഇവളുടെ കാര്യത്തിൽ ഇപ്പൊ സമാധാനായി. ഋതിക മോള് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? ആ ചെക്കനെങ്ങാനും വല്ലതും ഒപ്പിക്കുമെന്ന എന്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ ഭഗവതി? ഒന്ന് പതുക്കെ പറയടി, അവള് കേൾക്കും. ഏട്ടാ സോറി, ഏട്ടനോട് ഞാൻ ഇന്നലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ദേഷ്യം വന്നപ്പോ ഞാൻ ഏട്ടനെ കുറ്റപ്പെടുത്തി, അതിന് വിട്ട് സംസാരിച്ചു. സോറി ഏട്ടാ, റിയലി സോറി. എന്താ മോളിത്? അതൊന്നും സാരമില്ല. മോള് സ്നേഹിച്ച ചെക്കന്റെ വിവാഹം ഇന്ന് നടക്കാൻ പോവാ. ഒന്നും നിനക്ക് വേണ്ടി ചെയ്യാനാവാത്തതിന്റെ വിഷമത്തിലാ ഞാൻ. മോൾ എന്നോടല്ല, ഞാൻ മോളോടാ ക്ഷമ ചോദിക്കണ്ട. നിസ്സഹായനായി ചേട്ടനോട് ക്ഷമിക്കും മോളെ. ഏട്ടനെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ഏട്ടൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഈ ആഗ്രഹം അതെനിക്ക് വിധിച്ചിട്ടില്ലെന്നോർത്ത് ഞാൻ സമാധാനിച്ചോളാം ഏട്ടാ. നിങ്ങളാരും എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പ്രിയജി, എനിക്കൊരു ഗ്ലാസ് കോഫി തരാവോ? നല്ല തലവേദനയുണ്ട്. ആ കോഫി ഞാൻ എടുക്കാം മോളെ, വാ. രാജു, ഒന്നിങ്ങ് വന്നേ. എന്താ ഋതിക മാഡം? ഒന്നിങ്ങ് വാ. രാജുനോട് എനിക്കൊന്ന് സംസാരിക്കണം. മാഡം, 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 ഋതിക മാഡം, നമ്മൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതൊക്കെ ഞാൻ പറയാം. രാജു എന്റെ കൂടെ വാ. ഋതിക മാഡത്തിന് എല്ലാം അറിയാലോ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാജു ധൈര്യമായിട്ട് വാ. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു ഋതിക മാഡം. മാഡം വാ, നമുക്ക് തിരിച്ചു പോവാം. മാഡം ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും രമ്യയുടെ അമ്മയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ? അങ്ങനെയൊന്നും ഒരു കാര്യത്തിന് മുൻവിധി എടുക്കില്ലേ രാജു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. രാജു വാ. വരാൻ. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. നിങ്ങളെ അങ്ങോട്ടിരിക്കേ. ആ ശരി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അതെന്താ ആന്റി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ദേ, എന്നെ കൊണ്ട് ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്തിനുള്ള പുറപ്പാടാ നിങ്ങൾ രണ്ടുപേരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിവാഹം കൂടാൻ വന്നവര് നിങ്ങളെ രണ്ടുപേരെയും കാണുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. അല്ല, അങ്ങനെ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ എങ്ങനെ രുക്മിണി ആന്റി ശരിയാവുന്നേ? ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല കേട്ടോ. ക്ഷണിച്ചെന്നോ? ആര് ക്ഷണിച്ചെന്നാ?
ദേ വെറുതെ വേഷം കെട്ടെടുക്കരുതേ. ആന്റി, രമ്യ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. സംശയം ഉണ്ടെങ്കിൽ ആന്റി രമ്യ വിളിച്ച് ചോദിക്കും. നീ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് വന്നേ. മാഡം എന്താ മാഡം? ആ വേഗം വരണം. എന്റെ ചേട്ടന്റെ വിവാഹപ്പന്തലിൽ വെച്ച് എന്റെ അച്ഛനമ്മമാര് കേൾക്കെ രാജു നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല എന്ന് നീ ഉറക്ക വിളിച്ചു പറയണം. രാജുവിന്റെ ജീവിതത്തിൽ നിന്നും നീ എനിക്ക് വഴിമാറി തന്ന നീ പറഞ്ഞതുപോലെ എന്റെ ചേട്ടന്റെ ശ്രീലക്ഷ്മിയുടെ വിവാഹം ഞാൻ നടത്തിത്തരും. അങ്ങനെ അവസാനം എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ നീ തീരുമാനിച്ചു അല്ലേ ഋതിക? ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഋതികയുടെ ത്യാഗം. എന്താ അമ്മ വിളിച്ചേ? അല്ല, ഇവരെന്താ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? വാ രാജു, അകത്തേക്ക് വാ. ദേ പെണ്ണെ, എന്നെ വെറുതെ പ്രാന്തി പിടിപ്പിക്കരുതേ. നീ എന്തിനാ ഇവരെ വിളിച്ചേ? അമ്മേ, നീ വേഗം ഇവരെ പറഞ്ഞു വിട്ടെ. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അമ്മ രസീത് വാങ്ങിയോ? ഇല്ലെങ്കിൽ വേഗം പോയി വാങ്ങിക്കേ. ദേ സമയം വൈകുന്നു കേട്ടോ. ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ധൈര്യമായിട്ട് ചെല്ല്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എന്റെ വിധി. രാജു, രാജു ചെന്നൊന്ന് തൊഴുതിട്ട് വാ. എനിക്ക് രമ്യയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അല്ല മാഡം, അത് രമ്യ സത്യം പറയ്, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാൻ പോകുന്നത്? ശ്രീലക്ഷ്മിയെ ഒരു വിധത്തിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപ്പെടുത്തിയിരിക്കുക. ഇനി വീണ്ടും ആ പാവത്തിന്റെ മനസ്സില്. രാജു, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 5 മിനിറ്റ് സമയം താ. ഋതികെ, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. അല്ല, നീ എന്തിനാ രാജുവിനെ പറഞ്ഞു വിട്ടെ? ഓ, രാജുവിന്റെ മുമ്പിൽ എന്ന് പറയാനുള്ള ധൈര്യം ഇല്ലായിരിക്കും അല്ലേ? സാരമില്ല, നീ വാ. ഞാനേ കല്യാണപ്പന്തലില് മൈക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ വന്നീ വിവാഹം കൂടാൻ വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയേ നിന്റെ രാജുവിന്റെയും വിവാഹം ഒരു നുണക്കഥയായിരുന്നു എന്ന്. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.